മുസാഫിറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ റായ്ഗഡ് ഫോർട്ടിലേക്കാണ്. അപ്പോൾ റായ്ഗഡ് ഫോർട്ടിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ചെറിയ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തരുന്ന വ്ളോഗാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. ആസിഫിൻ്റെ വണ്ടി ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. മഴയത്ത് വണ്ടി വെച്ചതുകൊണ്ട് പെട്രോളുമായിട്ട് ടാങ്കിലേക്ക് വെള്ളം ഇറങ്ങി ചെറിയ സംതിങ് മിസ്സിങ്. റെഡിയാ? ഞാണ്ട് രാത്രിയുടെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങളിപ്പോൾ മഹദ് റായ്ഗഡ് ഫോർട്ടിലേക്ക് മടങ്ങാണ്. നമ്മുടെ ഇക്കർ ഉള്ളത് കൊണ്ടൊക്കെ സെറ്റാക്കി ചങ്ങായി തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അവൻ തന്നെ മൊത്തം അയച്ചെടുത്തു. എന്നിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഫിറ്റ് ചെയ്തു. ഏതായാലും കുഴപ്പങ്ങളൊന്നുമില്ല, സേഫാണ്. ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പണി വന്നല്ലോ എന്ന് അറിഞ്ഞിട്ട് ചെറിയ സങ്കടങ്ങളൊന്നുമില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ അവന് വരാം, എനിക്ക് വരാം, ആർക്കും വരാം, നോർമലിയാണ്. ഗൈസ്, നിങ്ങൾക്ക് കേബിൾ കാർ കാണുന്നുണ്ടോ? ഇതിൻ്റെ വള്ളി ഡയറക്റ്റ് ആകാശത്തേക്ക് കെട്ടിവെച്ചതുപോലെ അത് കോട മൂടിയിട്ട് അതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് കാണുന്നില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. 4 അങ്ങോട്ട് പോകുന്നുണ്ട്, 4 ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ അവിടെ പാടി ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ പള്ളിയിൽ റാത്തീബിന് മറ്റേ എന്താ പറയുക, പൊതി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന ആ ഒരു വൈബാണ് കേട്ടോ ഇവിടെ. അതായത് ഈ റോപ്പ് വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റും ടോക്കനൊക്കെ എടുക്കണം. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ മൊത്തം ക്രൗഡാണ്. ഇവിടെ നല്ല ക്രൗഡുണ്ട്. ചെറിയൊരു സ്റ്റിങ് വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 മൈൻഡിലാണ്. ട്രെക്ക് ചെയ്യണോ അല്ലെങ്കിൽ റോപ്പ് വേയിൽ പോകണോ എന്നുള്ള 2 മൈൻഡിലാണ്. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ റോപ്പ് വേയിൽ പോകാമെന്നുള്ള ഇതിലാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. 2 വഴിയിലൂടെ നമുക്ക് റായ്ഗഡ് ഫോർട്ടിലേക്ക് കയറാൻ പറ്റും. ഒന്ന് റോപ്പ് വേ ആണ്. റോപ്പ് വേൻ്റെ ആൾക്കാരെയാണ് ഇവിടെ കാണുന്നുള്ളത്. ടോക്കൺ വിളിച്ച ആൾ കയറ്റാണ് ഇവിടെ. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. വരുമ്പോൾ റൂട്ടിൽ അത്ര വലിയ ക്രൗഡൊന്നും കണ്ടില്ലെങ്കിലും ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇതിലെന്താ कितना आदमी जाएगा एक में? यहाँ 1.5 hour वेटिंग कर रहे हैं. वेटिंग 1.5 hour. 1.5 hour वेटिंग.
1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. പാർക്കിങ്ങിൽ വെയിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് 1-2 മണിക്കൂർ ആവട്ടെ. എത്ര കിലോമീറ്റർ ചോദിക്കടാ. ഇതിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് ഏകദേശം 1-4 ആൾക്കാർ വീതമാണ് കയറുന്നുള്ളത്. ഇങ്ങനെ കയറി ഏറ്റവും ടോപ്പിലേക്ക് എത്തും. നമ്മൾ കയറാൻ ഏകദേശം 1-1.5 മണിക്കൂറൊക്കെ കഴിയും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസം മുഴുവനും റായ്ഗഡ് ഫോർട്ടിൽ തീരുമെന്നാണ് തോന്നുന്നുള്ളത്. വെയിറ്റിങ്ങിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇവിടെ 1.5 മണിക്കൂർ, 1 മണിക്കൂറൊന്നല്ല 1.5 മണിക്കൂർ അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഭയങ്കര സ്ലോ ആണ്. പക്ഷേ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തതും പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. റോപ്പ് വേയിലൂടെ കയറാൻ വേണ്ടി ഞങ്ങൾ എൻട്രൻസിലെത്തി. ഇവിടെ ചെറിയൊരു മ്യൂസിയം കാണുന്നുണ്ട്. ഇതാര മൊത്തം ഹിന്ദിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മൊത്തം ഹിന്ദിയിലാണ്. മറാഠിയാ? ഹിന്ദി അല്ല, മറാഠിയിലാണ് എഴുതിയിരിക്കുന്നത്. അല്ലടാ, ഇതൊക്കെ ഹിന്ദി അല്ലേ? ഇത് ഹിന്ദിയാണ്, പക്ഷെ എനിക്ക് വായിക്കറിയില്ല. എന്തായാലും ഒരു കഴിവുണ്ടല്ലോ. ഇതിവിടെ പഴയ വാളുകൾ ഇതൊക്കെ ഉണ്ട്. പിന്നെന്താ അപ്പൊ ഞങ്ങളിലുള്ള എല്ലാരും കയറി, ഞാനും കയറുകയാണ്. പേടിയാണ് നീ ഇടയിരുന്നു. ആണോ? ഇവര് മറ്റേ ശിവാജിന്റെ പേരൊക്കെ വിളിച്ചിട്ട് ജയ് പറയുന്നുണ്ട്. എന്റെ പോലെ എന്റെ മോനെ ചെറിയൊരു പേടി ഇല്ലാതില്ല അല്ലേ? അടിവേറെന്ന് ചെറിയൊരു നീറ്റല് കുറച്ച് അല്ല ഈ കേറുന്നോണ്ടേ സ്പീഡ് ഉണ്ടോ? അതാ പറഞ്ഞത് 4 മിനിറ്റ് കൊണ്ട് ഇത് എത്തും എന്നുള്ളത്. ഒന്ന് പൊട്ടി വീണാലോ ഇതൊന്ന് ചോദിച്ചോക്കെ. 4 ഒന്നിച്ചാണ് കയറുന്നുള്ളത്. ചെറിയൊരു പേടി ഉണ്ട് കേട്ടാ. ചെറിയൊരു പേടി, അത്ര ഇതില്ല. ചെറിയൊരു പേടിയുണ്ട്. എന്താ പറയാ, അടി വേറെ ചെറിയൊരു നീറ്റില്. ആദ്യമായിട്ടാ നീ ചെറിയ കുഞ്ഞല്ലടാ. 24 വയസ്സ്, നമ്മള് 30 വയസ്സിന്റെ ആൾക്കാർ. ഫോൺ വേണ്ടതല്ല. ആസിഫ് ഫോൺ പുറത്തിട്ട് സിനിമാറ്റിക് മോഡ് എടുക്കണ്ട. ആസിഫ് വീഡിയോസ് എടുക്കുന്നുണ്ട്. ചെറിയൊരു പേടിയുണ്ട്. എനിക്കൊന്നും പറയാനുണ്ട് ഇവരെ. കഥയല്ല. അതൊന്നിട്ട് കഥയല്ല. അത് കയ്യിലിട്ട് മറ്റത് ഇങ്ങനെ കയ്യിരുന്നില്ല. മോനെ ഒരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ വയറ് കത്തുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ വിറക്കുന്നുണ്ട്. ഇറങ്ങുന്നേ നമുക്ക് വേണം, നടന്നിട്ട് ഇറങ്ങാം. റിട്ടേൺ ടിക്കറ്റ് മൊത്തം കൂടിയിട്ടാ. അതെന്ത് സ്പീഡ്. തായ്ക്ക് നോക്കട്ടെ പോലെ. ചെവിയൊക്കെ അടഞ്ഞുട്ടാ. കാരണം ചെവിയൊക്കെ അടഞ്ഞു. എന്റെ മോനെ എത്തിയാ? എന്റെ മോനെ നല്ല പേടിയിട്ടാ. ഇപ്പൊ എല്ലാരും പേടിയൊക്കെ മുഖത്തിട്ട്. ഇവിടെ നിർത്തിയിടാ.
ഇല്ലടാ പ്രശ്നമില്ലടാ. ഇതാണ് ചങ്ങായി ധൈര്യത്തിന്റെ പ്രതീകം കബീർ. തട്ട് തട്ടുതാ മോനെ. അങ്ങനെ ഫൈനലി ഞങ്ങളെ മേലേക്ക് എത്തി ഗൈസ്. വെറും 4 മിനിറ്റ് കൊണ്ട് ഏകദേശം 2300 സ്റ്റെപ്പ് കയറേണ്ട അടുത്തുനിന്ന് ഞങ്ങൾ 4 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. പക്ഷെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തത് വേറെ കഥയാണ്. 4 മിനിറ്റിന് വേണ്ടി 2 മണിക്കൂർ വെയിറ്റ് ചെയ്തത്. യെസ്. റോപ്പ് വേയിലൂടെ കയറി വന്നതിന് ശേഷം നമുക്ക് ഇവിടെ വേറൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. എടാ അവിടുത്തെ എടാ റേറ്റ് ഈ ടിക്കറ്റ് ഇവിടെ 50? ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഫോർട്ടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഛത്രപതി ശിവാജി എന്നവരുടെ പേരിലാണ് ഈ ഒരു ഫോർട്ട് അറിയപ്പെടുന്നുള്ളത്. നമ്മുടെ ബാക്കിൽ കാണാം അത്യാവശ്യം ഫോർട്ടിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. ഏകദേശം 350-400 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് പുനർനിർമ്മാണം നടന്ന സ്ഥലം കൂടിയാണിത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 850 അടി ഉയരത്തിലാണ് ഈ ഒരു ഫോർട്ട് സ്ഥിതി ചെയ്യുന്നുള്ളത്. രായ്ഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കോട്ട എന്ന അർത്ഥത്തിലാണ് ഈ ഫോർട്ട് അറിയപ്പെടുന്നുള്ളത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. വരുന്ന വഴിയിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ കുറേ റൂം, ക്യൂൻസ് പാലസ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും റൂം എടുത്ത് നോക്കിയാലും അതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടുത്തെ റൂമുകളൊക്കെ. അപ്പോൾ അതെ, ആ ഒരു കാലത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഏകദേശം 400 വർഷം മുമ്പേ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ എന്താണ് സുലഭമാണ്. അതിൽപ്പെട്ട ഒരു ബാത്റൂമാണ് ഗായ്സ് ഇത്. ഇതെന്താടാ കാര്യം സാധിക്കാനുള്ളതാ? വലിയ ഹോൾസിടാ. അപ്പം നമുക്ക് കബീറിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഇവിടെ. എടാ ഇതിവിടെ ഉണ്ടാക്കിയതായിരിക്കോ? ഇവിടെ മൊത്തം വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇത് നോക്കിയേ, ആ ഒരു സമയത്ത് ഇങ്ങനൊക്കെ അത് അല്ലേ, ഇതിൻ്റെ മുകളിൽ മറ്റു ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ ടാസ്ക് ഒന്നല്ല. അതിന് ഒരു അല്ലേ, അതിനൊരു ബിഗ് സല്യൂട്ട്. ഇതിന്റെ കല്ലൊക്കെ പറഞ്ഞാല് 400 വർഷം മുമ്പ് ഇതെങ്ങനെ കട്ട് ചെയ്തെന്നുള്ളതാണ് ഇത്ര ഫിനിഷിങ്ങിന്. അതെ, നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നമ്മളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എടാ പുതിയ രാജാവ് ഇതാണ്, ഇക്രുപതി. നമ്മൾ പുറത്തുനിന്ന് കണ്ട ഈ സാധനത്തിന്റെ അകം ഇങ്ങനെയാണ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണല്ലേ, അതുകൊണ്ടാണ് ഇതുവരെ നിലനിന്നത്. അതിപ്പോ കൊത്തുപണിയുടെ പണ്ടെല്ലാം മനുഷ്യന്മാരെന്നെ ഇത് പൊന്തിക്കുന്ന എല്ലാ ആനയും ഭാര്യയും എല്ലാം. ഇടവഴികളിലൂടെ ഞങ്ങൾ പോവുകയാണ്. തലമുട്ടോട്ടോ. ഇക്രുപതി. ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്തോ സ്ഥാന കൈമാറ്റം അങ്ങനെ എന്തോ. ഇത് മറാഠികളുടെ ക്യാപിറ്റലും കൂടിയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു റെസ്പെക്റ്റോടെ കാണുന്നൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെ ടെമ്പിളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും പോയി നോക്കാം. അപ്പോൾ ഇതൊക്കെ അയച്ചു കൊണ്ടുപോകുന്ന തിരക്കിലാണ് എല്ലാവരും. പോയാലും തീരുന്നില്ല. ഇതൊരു പരന്ന് കിടക്കുന്നൊരു ഫോർട്ടാണ് രായ്ഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ. ഓരോ സൈഡും ചെറിയ ടെമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ തന്നെ എന്താ പറയുക, നമ്മൾ ഫോർട്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ ജസ്റ്റ് കാണുന്ന ആ ഒരു ഫോർട്ടല്ല, അത്യാവശ്യം വലുതാണ്. ട്രെക്ക് ചെയ്യാൻ അത്രയ്ക്കും താല്പര്യമുള്ള ആൾക്കാർ മാത്രം ട്രെക്ക് ചെയ്ത് കയറ്റിയാൽ മതി. അല്ലാത്തവർക്ക് റോപ്പ് വേ തന്നെയാണ് ബെസ്റ്റ്. കാരണം ട്രെക്കിങ് കഴിഞ്ഞ് വന്നിട്ട് നമുക്കിവിടെ സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്റ്റാമിന നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് റോപ്പ് വേ സെലക്ട് ചെയ്യൽ തന്നെയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കണ്ടൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടകളുണ്ട്.
നമുക്ക് ഫുഡാണെങ്കിലും ആൾക്കാരൊക്കെ വന്നിട്ട് ഫുഡ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ കുടിക്കാൻ വെള്ളം ഒക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതുണ്ട്, അവൈലബിളാണ്. അത് ഞാനിവിടെ കണ്ടൊരു പോസിറ്റീവാണ്. ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചിട്ടെ, എൻ്റെ മോനെ അതാ വലിയ കൊക്കയാണ്. ഈ ഫോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റായ ഒരു പ്ലേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ റായ്ഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ചിത്രത്തിൽ മെയിൻ പിക്ക് ഇതായിരിക്കും. ബാക്കിയുള്ള ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മടങ്ങും. ഗൈസ്, എൻ്റെ മോനെ ഞങ്ങൾ ഇറങ്ങാണ്. 850 അടിയിൽ ഞങ്ങൾ ഇറങ്ങാണ്. വല്ല വല്ല പുറത്തേക്ക് ഇട്ടാ ഇവിടുന്ന് കാണിച്ച കൈ ആ ഗ്യാപ്പിലെ പുറത്തിട്ട കൈ പറിച്ചത് എന്താ 2000 കാണത്തുന്നത് ഇതില്ലടാ. ഏതില്ല നമ്മളെ സ്പീഡ് പുതിയ വാങ്ങി തരുവലക്ക നിന്റെ ഗ്രോ ഒരു ബുക്ക് എന്റെ യൂട്യൂബ് ജീവിതം വീഡിയോക്ക് തന്നെ തരണേ. എന്റെ മോനെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് കോട, ഒന്നും കാണാൻ പറ്റുന്നില്ല. വാഗമണ് നമ്മുടെ കേരളത്തിലെ അല്ലേ മൂന്നാറും ഇതൊക്കെ കണ്ടിട്ട് വാഗമണ് അത് ഇതൊക്കെ നമ്മ കണ്ടു. പക്ഷെ ഇത് വേറൊരു എന്താ പറയാ വേറൊരു വൈബായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കോടയാണ്, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഫുൾ കോട. നേരത്തെ റായ്ഗഡിൽ നിന്ന് കോട കിട്ടാത്ത സങ്കടമൊക്കെ ഇവിടെ എത്തുമ്പോൾ തീർന്നു. ഇന്നലെ നമ്മളൊരു 9 മണിയാകുമ്പോഴൊക്കെയാണ് റൂമിലെത്തിയത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ. റായ്ഗഡ് ഫോർട്ട് എന്ന് വരുമ്പോൾ നല്ല ലേറ്റായി. വരുന്ന വഴിയൊക്കെ കോടയായിരുന്നു, മഹാബലേശ്വർ വരുന്ന വഴിയൊക്കെ. ഇതാണ് റൂം. ഒരാൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.